യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. സുവിശേഷം വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന വചനഭാഗം വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരുന്ന ഒരു വാക്യമാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ബാക്കി എല്ലാ അപ്പസ്തോലന്മാരുടെയും പേര് പറഞ്ഞതിന് ശേഷമാണ് യൂദാസിനെ ഈ വിശേഷണം നൽകി സുവിശേഷകർ അവതരിപ്പിക്കുക. എന്തായിരിക്കാം യൂദാസിന് ആ വിശേഷണം ചേരുന്നത്? അപ്പസ്തോലന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ എല്ലാ തലത്തിലുമുള്ള വ്യത്യസ്ത മുഖങ്ങളെയാണ് ദൈവം തൻ്റെ ശിഷ്യരായിട്ട് തിരഞ്ഞെടുത്തത്. അതിലൊരാൾ മാത്രമാണ് യൂദാസ് എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് കറിയാത്ത. യൂദാസ് സദേബൂസ് ഉണ്ട്. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ് അർത്ഥം. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിന്നെ യൂദാസ് കറിയാത്തയെക്കുറിച്ച് പറയുന്നത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് 300 ധനാറയ്ക്ക് ആ തൈലം വിറ്റിരുന്ന ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. കാരണം ഒരു കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ധാരാളിത്തത്തെ ഉപദേശത്തിലൂടെ കാരുണ്യപ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ് യൂദാസ് അവതരിപ്പിക്കുക. പക്ഷേ വചനം പറയുന്നത് യൂദാസിന് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ എന്തോ അവൻ കള്ളനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കള്ളനെ ദൈവം തിരഞ്ഞെടുത്തിരുന്നു തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്. അപ്പോൾ അവൻ കള്ളനായിരുന്നുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും പണസഞ്ചിയിൽ വീഴുന്നതിൽ നിന്ന് അവൻ മോഷ്ടിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടുമാണ് അവൻ ഈ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ തോന്നലുണ്ടായത്. ഇന്ന് പല കാരുണ്യപ്രവൃത്തികളുടെയും പ്രധാന ഘടകം ഇതൊക്കെ തന്നെയാണ്. പിന്നീട് യൂദാസിനെ കാണുന്നത് അന്ത്യത്താഴ സമയത്താണ്. യേശു തൻ്റെ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയമാണ്. എല്ലാവരോടൊപ്പം തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ അറിഞ്ഞിരുന്നിട്ടും അവൻ്റെ പാദങ്ങൾ കഴുകി തൻ്റെ ശരീരമാകുന്ന അപ്പം രക്തമാകുന്ന വീഞ്ഞിൽ മുക്കി അവന് കൊടുത്തു. പക്ഷേ അവനിൽ കയറിയത് സാത്താനാണ്. സാത്താൻ അപ്പോൾ അവനിൽ പ്രവേശിച്ചു. കാരണം അവൻ്റെ മനസ്സ് മുഴുവൻ തിന്മയായിരുന്നു. അവൻ പുരോഹിതരുമായിട്ട് ഒരു ധാരണയിലുണ്ടായിരുന്നു. തൻ്റെ ഗുരുവായ യേശുവിനെ 30 വെള്ളിക്കാശിന് പിടിച്ചു കൊടുക്കാമെന്ന്. ഒറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അതൊക്കെ ചിന്തിക്കണമെങ്കിൽ ഒത്തിരി സമയങ്ങളെടുക്കും. രണ്ടാമത് യേശുവിൻ ഗസ്മേനിലാണ് കാണുക. അടുത്തത് കാണുന്നത് ഗസ്മേനിലാണ്. ഗസ്മേനിൽ കാണുന്നത് ഗുരോ സുസ്തി എന്ന് പറഞ്ഞ് യേശുവിനെ ചുംബിക്കുന്ന യൂദാസിനെ. അടുത്തതായിട്ട് കാണുന്നത് തനിക്ക് ലഭിച്ച പണം പുരോഹിത അടുക്കൽ കൊണ്ട് കൊടുത്തിട്ട് അനുതാപ പരവശനായി അല്ലെ കുറ്റബോധം നിമിത്തം ആ പണം പുരോഹിതരെ ഏൽപ്പിക്കാനാണ് ശ്രമിക്കുക. ആ പണം തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ യേശുവിനെ വിട്ടയക്കുമെന്നുള്ള ഒരു ധാരണ യൂദാസിനുണ്ടായി കാണും. എന്നാൽ പുരോഹിതർ അവനെ തള്ളിപ്പറയുകയും അവൻ ആ പണം ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പോയി തൂങ്ങിച്ചത്തു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ യൂദാസിനെ നയിച്ച ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് മറ്റുള്ള അപ്പസ്തോലന്മാരുടെ സ്വഭാവമായിരുന്നില്ല. കാരണം
യൂദാസിനെ നയിച്ചത് ധനമാണ്. ധനമോഹം ആണ് യൂദാസിനെ ചില നന്മകൾ ചെയ്യാനും ചില തെറ്റുകൾ ചെയ്യാനും പ്രേരിപ്പിച്ചത്. അതിലേറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നീതിമാനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിന് ഒറ്റിയെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ പത്രോസ്ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞു, പീഡ അല്ലെങ്കിൽ ഭയന്ന്. യേശുവിനെ പിടിച്ചുകൊണ്ടുപോയ പടയാളികളെ ഭയന്ന് ഒരു സ്ത്രീയുടെ മുന്നേ പോലും യേശുവിനെ തള്ളിപ്പറയുന്നതായൊരവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഒരു പ്രവചനമാണ്. ജെറമ്യ പ്രവചനം പറയുന്നുണ്ട്, ഈ ഒറ്റിക്കൊടുക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സങ്കീർത്തകൻ പറയുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്നവൻ എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി. 41 സങ്കീർത്തനം പറയും. അപ്പം യൂദാസിനെ ഈ പ്രവൃത്തി ഒരു ദൈവിക പദ്ധതിയാണ്. കാരണം അവന് പ്രവചനം വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പ്രവചനം നിറവേറണം. പക്ഷേ അതിന് ആരാണോ കാരണക്കാരൻ ആ വ്യക്തി ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം ജനിക്കാതിരുന്നെങ്കിലോ യേശുവിനെ ഒറ്റ കൊടുക്കാതിരുന്നെങ്കിലോ യേശുവിൻ്റെ രക്ഷാകര പദ്ധതി നടക്കുമായിരുന്നു. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ധ്യാനിക്കാം. അപ്പോൾ ആ ധ്യാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ യൂദാസിൻ്റെ മനോഭാവമുള്ള നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഈ വിഷയം എടുത്തിട്ടത്. ഒരു സൂചി കൊണ്ട് പരിഹരിക്കാവുന്നതായ ഒരു വിഷയത്തെ തൂമ്പ കൊണ്ട് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന അവരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ യൂദാസ് മനോഭാവമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ചില പുരോഹിത ശ്രേഷ്ഠർക്കെതിരെ കർശനമായ നടപടി സഭാ നേതൃത്വം എടുത്തിരുന്നു എങ്കിൽ ഈ 350 വൈദികരൊന്നും വഴിതെറ്റിപ്പോകുമായിരുന്നില്ല. ഈ അൽമായ മുന്നേറ്റമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടേനെ. എന്നാൽ യൂദാസ് മനോഭാവമാകുന്ന സമ്പത്തിനോടുള്ള അധികാരത്തോടുള്ള മോഹം അവരെ അതിൽ നിന്ന് ഈ മെത്രാന്മാരെ പിന്തിരിപ്പിച്ചു. അതാണ് എറണാകുളത്ത് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ ഭീമമായ സമ്പത്ത് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം മെത്രാന്മാരിൽ ഉടലെടുക്കുന്നു. അല്ല എങ്കിൽ 350 പുരോഹിതന്മാരെക്കാൾ അധികമായി അവിടെയുള്ള 5.5 ലക്ഷം വിശ്വാസികളെ ഇവർ കണക്കിലെടുക്കുമായിരുന്നു. അവരുടെ വിശ്വാസം നഷ്ടപ്പെടാനും സഭയിൽ നിന്ന് അകലാനും പൗരോഹിത്യത്തോടും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരോടുമുള്ള അവരുടെ ബഹുമാനത്തെ ഇല്ലായ്മ ചെയ്യാനും ഇവരുടെ ഈ യൂദാസ് മനോഭാവം കാരണമായി തീർന്നു. അപ്പം ഇവരെ കാത്തിരിക്കുന്ന അടയാളം യൂദാസിൻ്റേത് തന്നെയാണോ? അവർക്ക് മുന്നോട്ടുള്ള വഴി യൂദാസിൻ്റേത് തന്നെയാണോ? അത് കാലം തെളിയിക്കേണ്ടതാണ്. യേശുവിനോടുകൂടി 3.5 വർഷക്കാലം എല്ലാം അനുഭവിച്ച യൂദാസ് തുടക്കം മുതലേ ധനമോഹിയായിരുന്നു. അങ്ങനെ സഭയിലും തുടക്കം മുതലേ ധനമോഹികളാകുന്ന മെത്രാന്മാരുടെ നിരുത്തരപരമായ ഇടപെടലും അവരുടെ വാക്ക് കേട്ട് നല്ലവരെന്ന് കരുതുന്ന മെത്രാന്മാരുടെ മൗനവും വിശ്വാസികളെ ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അകറ്റുന്നതിന് കാരണമായിട്ട് തീർന്നു. പൗരോഹിത്യത്തിലും സന്യാസത്തിലും കൊടുക്കേണ്ടുന്ന ബഹുമാനം അവർ നഷ്ടപ്പെടുത്തി. ദൈവം തന്നതാണ് ഈ സമ്പത്ത് എന്ന് ബോധ്യമുള്ള മെത്രാന്മാർക്ക്
കൂടുതൽ ലഭിച്ച ഈ പുരോഹിതരുടെ മേൽ നടപടിയെടുത്തിരുന്നെങ്കിൽ അനേകം ആത്മാക്കൾ രക്ഷപ്പെടുമായിരുന്നു. തൻ്റെ ജീവനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ഈ മെത്രാന്മാർ തങ്ങളുടെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുമായിരുന്നുവെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആശുപത്രികളോ അവരുടെ സമ്പത്തോ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 5.5-6 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഇന്നും സഭയെ ബഹുമാനിച്ചും അനുസരിച്ചും ഭയപ്പെട്ടും ജീവിക്കുമായിരുന്നു. ഏതാനും ചില പുരോഹിതർക്കെതിരെ നടപടിയെടുത്താൽ മതിയായിരുന്നു. ആരംഭ കാലഘട്ടത്തിൽ തന്നെ 1-2 പുരോഹിതർക്കെതിരെ അല്ലെങ്കിൽ 10-30 പുരോഹിതർക്കെതിരെ കർശനമായ നിലപാടെടുത്ത് അവരെ സഭയിൽ വിലക്കിയിരുന്നെങ്കിൽ ഇന്ന് സഭയിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായേനെ. അടുത്ത കാലത്ത് നമുക്കറിയാം, കൊച്ചി രൂപതയുടെ ബിഷപ്പായിരുന്ന മാർ ജോൺ തട്ടുങ്കൽ എന്ന് പറയുന്ന മെത്രാന് ആഭിചാര കൂദാശ നടത്തി. ഏതോ ഒരു സ്ത്രീയുടെ രക്തമെടുത്ത് കൂദാശ പള്ളിമേടെ കൂദാശ ചെയ്തു, ബിഷപ്പ് ഹൗസ് കൂദാശ ചെയ്തു. ഉടൻ തന്നെ നടപടിയെടുത്തു. അവിടെ വിശ്വാസികളോ വൈദികരോ ആരും പോയില്ല. കാരണം അവർ നടപടിയിൽ ദൈവമാണ്, ദൈവത്തിൻ്റെ അധികാരത്തെ അവർ ഭയപ്പെട്ടു. ഇവിടെ ദൈവത്തിൻ്റെ അധികാരത്തെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തെയും സഭയെയും വിശ്വാസികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ പുരോഹിതർക്ക് വേണ്ടി കുഴലൂതുന്ന മെത്രാന്മാർ, അവർക്കെതിരെയാണ് സഭ അച്ചടക്ക നടപടിയെടുക്കേണ്ടത്. പുരോഹിതരെ ഇനി വിടുക, വെറുതെ വിടുക. ഇവരുടെ ഈ മെത്രാന്മാരുടെ നിലപാടാണ് പുരോഹിതരെ ഈ തെറ്റായ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നയിക്കുന്നത്. ഈ പുരോഹിതർക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മെത്രാന്മാർക്കെതിരെ നടപടിയെടുക്കുകയാണ് തിരുസഭ ചെയ്യേണ്ടത്. ഓരോ വിശ്വാസികളും അതിനു വേണ്ടിയിട്ടാണ് മറുപടി കൂട്ടേണ്ടത്. പുരോഹിതരെ വിടുക, പുരോഹിതർ നിരപരാധികളാണ്. ഈ മെത്രാന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പാകാനും കർദിനാളാകാനും പണം കൊയ്യാനും അധികാരസ്ഥാനത്തിരിക്കാനും അല്ലെങ്കിൽ ഈ സ്ഥാനത്തെത്തിയത് ഇവരെ നമ്പി നിന്നതുകൊണ്ടായതുകൊണ്ടുമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിഷയങ്ങളുണ്ടാകുന്നത്. ഇതിനെതിരെ ക്രൈസ്തവ വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബാക്കി 34 രൂപതയിലെയും വിശ്വാസഗണം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചു. നമുക്ക് വേണ്ട സമ്പത്ത് പോട്ടെ, ഈ സമ്പത്തൊക്കെ തന്നവർ വീണ്ടും നമുക്കതിലധികമായിട്ട് സമ്പത്ത് തരാൻ സാധിക്കും. യോബിനെ ദൈവം വീണ്ടും സമ്പത്ത് കൊണ്ട് ഉയർത്തിയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇതിലും വലിയ സമ്പത്ത് ദൈവം നൽകും. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.